ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വുമണി ലൈഫ് സ്റ്റൈൽ. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഒരു ബ്ലാക്ക് ഹെഡ് റിമൂവിങ് ഒരു സംഭവത്തിനെ കുറിച്ചാണ്. ബ്ലാക്ക് ഹെഡ്സ് ഇത് എന്താ സംഭവം എന്ന് കുറെ പേർക്ക് സംശയം ഉണ്ടാവും. എന്താണ് എന്നുള്ളത് ഭയങ്കര ആധികാരികമായിട്ടൊന്നും പ്രത്യേകിച്ച് കുറെ പേർക്കൊന്നും അറിയില്ലായിരിക്കും. ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ക്ലോക്ക് പോസ് ഉണ്ടല്ലോ, അതാണ് ഈ ഒരു ബ്ലാക്ക് ഹെഡ്സ് അല്ലെങ്കിൽ വൈറ്റ് ഹെഡ്സ് അല്ലെങ്കിൽ ആഗ്നി ഒക്കെ ആവാൻ കാരണം. അപ്പൊ ഞങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താണ് ഈ ക്ലോക്ക് പോസ്, എന്താണ് ഈ പോസ് എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും അല്ലെ. പോസ് എന്ന് പറയുന്നത് ടൈനി ഓപ്പണിങ്സ് ആണ്. എല്ലാവരുടെ മുഖത്തും മേത്തൊക്കെ ഉണ്ടാവുന്ന ഒരു സംഭവമാണ് ഈ ഒരു പോസ് എന്ന് പറയുന്നത്. ഈ പോസ് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിലുള്ള സ്വെറ്റ് ഇപ്പൊ വേർക്കുന്നതും പിന്നെ ഓയിലൊക്കെ റിലീസ് ചെയ്യുന്നത് ഈ ഒരു പോസിക്കൂടെയാണ്. ക്ലോക്ക് പോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ അടഞ്ഞു പോവാ. നമ്മുടെ ഈ ഒരു പോസ് ഉണ്ടല്ലോ, ഇപ്പൊ ഈ സ്കിന്നില് സ്വെറ്റും ഇതുപോലെ ഓയിലൊക്കെ സെക്രീറ്റ് ചെയ്യുന്ന ഈ പോസ് നമ്മുടെ ഡെഡ് സ്കിൻ അല്ലെങ്കിൽ ബാക്ടീരിയ അല്ലെങ്കിൽ ഓയിൽസ് ഡേർട്ട് ഇതൊക്കെ വന്നിട്ട് അത് അടഞ്ഞു പോവാ. ഈ ഒരു സംഭവത്തിനാണ് ക്ലോക്ക് പോസ് എന്ന് പറയുന്നത്. ഇങ്ങനെ ക്ലോസ് ആവുമ്പോൾ അതെന്ന് പറയുന്നത് ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് അല്ലെങ്കിൽ നമുക്കിപ്പോ കുരു അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരാൻ അത് ഇടയാക്കുന്നതാണ്. അതുപോലെ തന്നെ പലർക്കുള്ള ഡൗട്ടാണ് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്. ഇതുപോലെ ഞാൻ പറഞ്ഞു ക്ലോക്ക് പോസ് എന്ന് പറഞ്ഞതിന്റെ അകത്ത് ബ്ലാക്ക് ഹെഡ്സ് എന്ന് പറയുന്നത് ഓപ്പൺ ആയിട്ടിരിക്കുന്ന ആ പോസ് ഓപ്പൺ ആയിട്ട് നമുക്ക് ഇങ്ങനെ വിസിബിളി കാണാൻ പറ്റും ആ ഒരു ബ്ലാക്ക് കളറിൽ. അതിനെയാണ് ബ്ലാക്ക് ഹെഡ്സ് എന്ന് പറയുന്നത്. അതുപോലെ ക്ലോസ്ഡ് ആയിട്ടിരിക്കുന്ന ആ ഒരു പോസ് ക്ലോക്ക് പോസിനെയാണ് പറയുന്നത് വൈറ്റ് ഹെഡ്സ് എന്ന് പറയുന്നത്. അതാണ് ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്. ഈ ഒരു നമുക്കിപ്പോ ഡെഡ് സ്കിൻസ് എന്ന് പറയുന്നത് നമ്മൾ പ്രോപ്പർ ആയിട്ട് ഇപ്പൊ എക്സ്ഫോളിയേറ്റ് ഒന്നും ചെയ്യുന്നില്ല, ഒന്നും പീൽ ഓഫ് മാസ്ക് അങ്ങനത്തെ സംഭവങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതാണ് നമ്മുടെ ഈ ഒരു സ്കിന്നിൽ നമ്മുടെ ഈ ഒരു പോസിൽ അത് ഡെപ്പോസിറ്റ് ആയിട്ട് അത് ക്ലോസ് ആയി പോകുന്നത്. ഈ ഒരു ബ്ലാക്ക് ഹെഡ് ആൻഡ് വൈറ്റ് ഹെഡ് പ്രോബ്ലം മിക്കവർക്കും ഉള്ള ഒരു ഇഷ്യൂ ആണ്. എനിക്കും ഉണ്ട്. എനിക്ക് എന്റെ ചിൻ ഏരിയയിൽ ഭയങ്കര സ്റ്റബേൺ ആയിട്ടുള്ള വൈറ്റ് ഹെഡ്സ് ആണ്. അതുപോലെ തന്നെ നോസ് ഏരിയയിൽ നന്നായിട്ടുണ്ട്. ഞാനിവിടെ പറയാൻ പോകുന്നത് ഞാൻ റിമൂവ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. എനിക്കത് ഭയങ്കര കംഫർട്ടായിട്ട് തോന്നി. നോർമൽ ഒരു പീൽ ഓഫ് മാസ്ക്, ചാർക്കോൾ പീൽ ഓഫ് മാസ്ക് യൂസ് ചെയ്യുമ്പോൾ എനിക്ക് ഇവിടത്തെ അങ്ങനെ പോവാറില്ല. അപ്പൊ ഞാൻ ട്രൈ ചെയ്യാന്ന് വെച്ചു ഒരു സ്ട്രിപ്പാണ്. ഞാൻ ഇതിനു മുമ്പ് കാണിച്ചിട്ടുണ്ടാവും ഞങ്ങൾക്ക് എന്റെ ഒരു നൈക്ക ഹോൾ, ഇതിനു മുമ്പ് ഉണ്ടായത് നൈക്ക ഹോളിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് ഈ ഒരു സ്ട്രിപ്സിനെ കുറിച്ച്. ഹിപ്പ് ഹോപ്പിന്റെ സ്ട്രിപ്സ് ആണ്. അതെന്ന് പറയുന്നത് ചാർക്കോൾ ഫോർഹെഡ്, നോസ് ആൻഡ് ചിൻ സ്ട്രിപ്സ് ആണ്. ഇതല്ലാണ്ട് സാധാരണ നോസ് മാത്രമായിട്ടുള്ളതായിരുന്നു ഞാൻ വാങ്ങിച്ചിരുന്നത്. ഇതുപോലത്തെ കണ്ടോ, ഇത് നോസിന് വേണ്ടി മാത്രമുള്ള സ്ട്രിപ്പ് അതിൻ്റെ അകത്ത് ഉണ്ടാവുള്ളൂ. ഇതിൻ്റെ അകത്ത് ഇതിന് 3 കൂടി ഉള്ളതാണ് ഉണ്ടാവുക. എനിക്ക് ചിൻ ഏരിയയിലത്തെ വേണം തോന്നി. കാരണം ഇപ്പൊ എനിക്കിപ്പോ കുറച്ചധികമായിട്ട് ഇങ്ങനെ റിമൂവ് ആവുന്നില്ല അപ്ലൈ ചെയ്തിട്ടും. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. കുറെ പേർക്ക് ഇഷ്ടമുണ്ടല്ലോ, അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പോവാണെങ്കിൽ നല്ലതാണല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ ഇത് ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ചിന്നേരിയയിലുള്ള സ്ട്രിപ്പ് കേട്ടോ. നോർമൽ പീൽ ഓഫ് മാസ്കുകൾ യൂസ് ചെയ്തപ്പോൾ എനിക്ക് അത്ര അങ്ങ് ഒരു എഫക്റ്റീവ് ആയിട്ട് തോന്നിയില്ല. കാരണം അത് അങ്ങ് റിമൂവ് ആയി പോകുന്നില്ല, അത്രയും ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ പോകുന്നില്ല. അപ്പൊ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ഇതെങ്ങനെ പോവെന്നുള്ളത്. ഇത് ഓൾറെഡി ഞാൻ നൈക്ക ഒരു ഹോളിൽ പരിചയപ്പെടുത്തിയതാണ് എല്ലാവരും. ഈ ഒരു പാക്കറ്റിൽ 2 ഒരു പാക്കറ്റ്സ് ആണ് വരുന്നത്. ഓരോന്നിലും 3 എണ്ണം വെച്ചിട്ട്, അതായത് ഫോർഹെഡിന്റെയും നോസിന്റെയും ചിൻ ഏരിയന്റെയും കൂടി ഓരോ പാക്കിൽ അങ്ങനെ 6 എണ്ണം വരുവാണ് ഈ ഒരു പാക്കിൽ. ഇതിന്റെ റേറ്റ് വന്നിട്ട് 150 ആണ്. ചില സമയത്ത് നൈക്കയിൽ അല്ലെങ്കിൽ ഇത് പേർപ്പിളിലൊക്കെ ഓഫറിൽ വരാറുണ്ട്. അപ്പൊ ആ ടൈമിൽ വാങ്ങിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. ഇവര് പറയുന്നത് ചാർക്കോൾ ഫോർഹെഡ് ക്ലെൻസിങ് ആ സ്ട്രിപ്പ് ആണെന്ന് പറയുന്നത്. ചാർക്കോൾ ശരിക്കും പറഞ്ഞാൽ നല്ലതാണ്. നമ്മുടെ സ്കിന്നിലുള്ള ആ ഒരു ഡെഡ് സ്കിൻസിനൊക്കെ റിമൂവ് ചെയ്യാൻ വളരെ നല്ലതാണ്. അപ്പൊ ഇതിനു മുമ്പ് എനിക്ക് അവരുടെ നോസിന്റെ യൂസ് ചെയ്തപ്പോൾ അത് നല്ലതായിരുന്നു. പക്ഷെ ഞാൻ ചിന്നിന്റെ യൂസ് ചെയ്തിട്ടില്ല. അതിനാണ് ഈ ഒരു പാക്കറ്റ് വാങ്ങിച്ചത് കേട്ടോ. മറ്റേ സെപ്പറേറ്റ് നോസിന്റെ വാങ്ങിക്കാൻ കിട്ടുന്നവർക്ക്, ഇപ്പൊ നോസ് മാത്രമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ആ ഒരു പാക്കറ്റ് വാങ്ങിച്ചാൽ മതി. പക്ഷെ ചിഹ്നമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ പറയാം ഇത് യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത്. ഇത് എങ്ങനെ യൂസ് ചെയ്യുന്നതിനുള്ളത് ഇതിന്റെ അകത്ത് ഇവര് ഡയറക്ഷൻസ് പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ അകത്ത് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ ഒരു ഡ്രൈ സ്കിന്നില് ഇത് ഒട്ടില്ല. അപ്പൊ ഇവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ക്ലെൻസ് ചെയ്ത സ്കിൻ നമ്മുടെ ഫേസ് ഇപ്പൊ എവിടെ ഒട്ടിക്കുക, നമ്മുടെ ഫോർഹെഡ്, നോസ്, ചിൻ ഏരിയ, അവിടെ ആ സ്ഥലങ്ങളിൽ നല്ല വാം വാട്ടർ വെച്ചിട്ട് കഴുകുക. എന്നിട്ട് അത് തുടച്ച് കളയരുത്, അതുപോലെ തന്നെ ഇരിക്കട്ടെ. എന്നിട്ട് അതിന്റെ മേളിൽ വേണം ഈ ഒരു സ്ട്രിപ്സ് ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് സ്റ്റിഫ് ആയി കഴിയുമ്പോൾ സ്ലോലി പീൽ ഓഫ് ഇത് കളയാന്നാണ് പറയുന്നത്. അപ്പൊ ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും അതുപോലെ ഓയിൽ ആൻഡ് ഡേർട്ട് റിമൂവ് ചെയ്യാൻ പറ്റുന്ന പറയുന്നത്. ഞാൻ അധികം പറയുന്നില്ല, നമുക്ക് ഇനി ഇതിന്റെ ഉള്ളിൽ ഞാൻ ഇതുവരെ പൊട്ടിച്ച് ഇത് കാണിച്ചു തന്നിട്ടില്ല. ഞാൻ യൂസ് ചെയ്യുമ്പോൾ കാണിച്ചു തരാന്നല്ല എപ്പോഴും പറയാറ്. ഞാൻ പൊട്ടിച്ച് കാണിച്ചു തരാം.
ഇതുപോലത്തെ 2 സ്ട്രിപ്സ് ആണ്. ഇതിൻ്റെ അകത്ത് 3 എണ്ണം വെച്ച് ഓരോന്നിലും ഉണ്ടാവും കേട്ടോ. ഞാൻ ഒരെണ്ണം പൊട്ടിച്ച് കാണിച്ചു തരാം. ഇത് പൊട്ടിച്ച അപ്പം തന്നെ യൂസ് ചെയ്യണമെന്ന് പറയാം കേട്ടോ. കാരണം അവരുടെ ആ ഒരു പശ പിന്നെ ഒട്ടാണ്ടാവും എന്ന് പറയുന്നത്. അപ്പോൾ അത് പൊട്ടിച്ചപ്പം തന്നെ യൂസ് ചെയ്യുക. അതുകൊണ്ടാണ് ആവശ്യമുള്ളപ്പോൾ മാത്രം പൊട്ടിക്കുക. കണ്ടോ, ഇതാണ് 3 സ്ട്രിപ്സ്. ഫോർഹെഡിനും ചിന്നേരിയയ്ക്കും നോസ് ഏരിയയ്ക്കും വേണ്ടിയിട്ടുള്ള സ്ട്രിപ്സ് ആണ്. ഉണ്ടോ, ഇത് നോസിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇതെനിക്ക് യൂസ് ചെയ്തേക്കുന്ന കാരണം അറിയാം. അവരുടെ മറ്റേ സ്ട്രിപ്സ് കണ്ടിട്ട് നോസ് ഏരിയയ്ക്കുള്ളതാണ്. ഫോർഹെഡ് ഏരിയയ്ക്ക് നമ്മുടെ ചിൻ ഏരിയയ്ക്കുള്ളത് സെയിം ഷേപ്പാണ്. ഇതിന് മാത്രമാണ് ചെറിയൊരു വ്യത്യാസമുള്ളത്. നമ്മുടെ മൂക്കിന്റെ ഈ ഒരു ഏരിയയിലേക്ക് കൂടി വരണമല്ലോ. അപ്പൊ അതിന് ചെറിയൊരു വ്യത്യാസമുണ്ട്. കണ്ട, ഇത് യൂസ് ചെയ്യണത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഈ ഒരു ട്രാൻസ്പാരന്റ് ഷീറ്റ് പൊളിച്ചു കളയാം. എന്നിട്ട് ഈ ബ്ലാക്ക് ഏരിയ നമ്മുടെ ഫേസിലേക്ക് ഇങ്ങനെ വെക്കാം. അങ്ങനെയാണ് ഇത് യൂസ് ചെയ്യേണ്ടത്. ഇനി ഈ സ്ട്രിപ്സ് ഞാൻ ഒട്ടിച്ചിട്ട് കാണിച്ചു തരാം. അപ്പൊ ഗായ്സ്, ഞാൻ ഇന്ന് ഒറ്റയ്ക്കല്ല ഇത് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഒരാളുടെ മുഖത്താണെങ്കിൽ നിറച്ച് ബ്ലാക്ക് ഹെഡ്സ് ആണ്. നോസ് ഏരിയയിൽ നന്നായിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ച ആൾക്കും കൂടി ട്രൈ ചെയ്യാം. ഞാൻ ചെയ്യുന്ന സമയത്ത് ഞാൻ ഒട്ടിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചാൽ ഞാൻ ഒരുമിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ നമുക്ക് ആദ്യം ആള് നന്നായിട്ട് ക്ലെൻസ് ചെയ്തിട്ടുണ്ട്. മുഖം നന്നായിട്ട് കഴുകി അത് കഴിഞ്ഞിട്ട് ചൂടുവെള്ളം കൊണ്ട് നെറ്റിയിലും മൂക്കിലാണ് ഒട്ടിക്കാൻ ഉദ്ദേശിച്ചത്. ഇപ്പൊ താടിയുടെ ഇവിടെ എന്തായാലും ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഈ താടി എനിക്ക് പറിച്ചെടുക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് ഞാൻ ചിന്നേരിൽ ചെയ്യുന്നില്ല. ഈ മൂക്കും ഫോർഹെഡ് മാത്രമാണ് തൽക്കാലം ചെയ്യുന്നുള്ളൂ. അപ്പൊ ഞാൻ ഒട്ടിച്ച് കാണിച്ചു തരാം. ഇതാണ് നോസിന്റെ വരുന്നത്. അപ്പൊ നന്നായിട്ട് വാം വാട്ടറിൽ കഴുകിയിട്ട് അത് വെറ്റായിട്ട് തന്നെ ആയിരിക്കണേ, ഡ്രൈ ചെയ്യാണ്ട് കേട്ടോ. അപ്പൊ അതിലാണ് ഞാൻ ഒട്ടിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഈ ട്രാൻസ്പാരന്റ് ഷീറ്റ് ആദ്യം ഒന്ന് റിമൂവ് ചെയ്യാം. എന്നാലാണ് ഇത് ഒട്ടുള്ളൂ. കണ്ടോ, ഇതുപോലെ റിമൂവ് ചെയ്തെടുക്കുക. ഈ ഒരു പോർഷൻ താഴേക്ക് വരണം. അതായത് നമ്മുടെ മൂക്കിന്റെ ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, അത് വരാൻ വേണ്ടിയിട്ടാണ് ഇത് വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഇത് ഒട്ടിച്ചു കൊടുക്കുക. സൂര്യണ്ടി വരുമോ? അതെ, ഞാൻ നന്നായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് നോസ് ഏരിയയില്. നമുക്ക് ഇനി ഫോർഹെഡ് ഒട്ടിക്കാം. അപ്പൊ ഫോർഹെഡിന്റെ സ്ട്രിപ്പ് ഇങ്ങനത്തെയാണ്, കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പൊ അത് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഇപ്പൊ ബാറ്റ്മാന്റെ പോലെയൊക്കെ ആയിട്ടുണ്ടാവും അല്ലേ. ഇത് യൂസ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്ത് കോസ്മെറ്റിക് പ്രൊഡക്ട്സോ അല്ലെങ്കിൽ ഡേർട്ട് അങ്ങനെയൊന്നും ഇല്ലാന്ന് ഉറപ്പ് വരുത്തുക. നമ്മളിപ്പോൾ ഒരു ഫേസ് മാസ്ക് ഒക്കെ ഇടുന്ന പോലെ തന്നെയാണ്. അപ്പൊ അത് ഉറപ്പ് വരുത്തിയിട്ട് വേണം ചെയ്യാൻ. പിന്നെ വീക്ക്ലി വൺസ് ഇത് ചെയ്യണം എപ്പോഴും. എന്നാലാണ് നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. ഇനി ഇതുപോലെ ഞാൻ എൻ്റെ ചിൻ ഏരിയയിലും നോസ് ഏരിയയിലും, ഞാൻ ഫോർഹെഡിൽ എനിക്ക് അധികം ഇല്ല, അതുകൊണ്ട് ഞാൻ അവിടെ ചെയ്യുന്നില്ല. അപ്പൊ ചിൻ ഏരിയയിലും നോസ് ഏരിയയിലും ഒട്ടിച്ചിട്ട് കാണിച്ചു തരാം ഗായ്സ്. അപ്പൊ ഞാൻ എൻ്റെ നോസ് ഏരിയയിലും ചിൻ ഏരിയയിലും ഒട്ടിച്ചിട്ടുണ്ട്. കണ്ടോ, ഇനി നമുക്ക് 10 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യണം. അപ്പൊ ഞങ്ങളിപ്പോ വെയിറ്റ് ചെയ്യാണ്. നന്നായിട്ട് ഇപ്പൊ ചിലവർക്ക് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് സ്റ്റിഫായിട്ട് ഇങ്ങനെ 10 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ പൊളിക്കില്ലേ, ആ സമയത്ത് ചില സമയത്ത് ഭയങ്കര പെയിൻഫുൾ ആവുന്ന ഇവര് ഇതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് വെള്ളം നനച്ചു കൊടുക്കുക. അവിടെ വെറ്റായിട്ട് പയ്യെ ഒന്ന് റിമൂവ് ചെയ്യാന്നാ പറയുന്നത്. എനിക്ക് യൂസ് ചെയ്തിട്ട് അങ്ങനത്തെ ഇഷ്യൂസ് വന്നിട്ടില്ല. അങ്ങനെ വരുന്നവരുടെ കാര്യമാണ് പറഞ്ഞത് കേട്ടോ. അവരത് ഓൾറെഡി അങ്ങനെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഹായ് ഗൈസ്, അപ്പൊ നമ്മൾ സക്സസ്ഫുള്ളി സ്ട്രിപ്സ് മൂക്കിലും അതുപോലെ ഇവിടെ താടിയിലും അതുപോലെ ഇവിടെ നെറ്റിയിലും ഒട്ടിച്ചു വെച്ചിട്ട് 10 മിനിറ്റ് ആയി. ഇനി നമുക്ക് എടുത്തു നോക്കാം എന്തൊക്കെയാണ് നമുക്ക് കിട്ടിയത്. അതുകൊണ്ട് എന്തെങ്കിലും ഗുണം ഉണ്ടായോ നോക്കണം. കാരണം എന്റെ ചിൻ ഏരിയയിലത്തെയും ഫോർഹെഡിലത്തെയും നമ്മള് ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത്. നോസ് ഏരിയയിൽ യൂസ് ചെയ്തത് അതൊന്നും നല്ല എഫക്റ്റീവ്, അടിപൊളിയായിട്ട് ഈ ആശാന്റെ മൂക്കിന്ന് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് റിമൂവ് ചെയ്ത് നോക്കാം. ഞാൻ റിമൂവ് ചെയ്യട്ടെ കേട്ടോ. ഫോർഹെഡിൽ ആദ്യം റിമൂവ് ചെയ്യാം. ഓ ഉണ്ട് കേട്ടോ, വൈറ്റ് കളറിലെ സ്പോട്ടായിട്ട്. ഫോർഹെഡിൽ പക്ഷെ കുറവാണ് കേട്ടോ. നോസ് ഏരിയയിൽ തന്നെയാണ് കൂടുതൽ. പിന്നെ ഞങ്ങൾക്ക് കുറച്ച് ക്ലോസപ്പിലായാലും ഇത് കാണിക്കണം. അപ്പൊ ഞാൻ ക്ലോസപ്പിൽ കാണിച്ചു തരാം. വൈറ്റ് ഡോട്ട്സ് കാണുന്നുണ്ടോ, അതൊക്കെ ആളുടെ നെറ്റിയിലുള്ളതാണ്. അത്രയും മൈന്യൂട്ട് ആയിട്ടുള്ളത് വരെ നമുക്ക് റിമൂവ് ചെയ്യുന്നുണ്ട്. ഡെഡ് സ്കിൻ വരെ റിമൂവ് ആവും. നല്ല ക്ലീൻ ആയിക്കോളൂ കേട്ടോ സ്കിൻ. ഇപ്പൊ ഞാനിനി നോസ് ഏരിയയിലത്തെ റിമൂവ് ചെയ്യാൻ പോവാണ്. സ്ട്രിപ്സ് ഒക്കെ ഞാൻ കാണിച്ചു തരാം. കുറച്ചുകൂടി ക്ലോസപ്പ് ആയിട്ടുള്ള ഫോട്ടോസ് കാണിച്ചു തരാം കേട്ടോ. നോസാണ് നമ്മുടെ മെയിൻ ഹീറോ. ഓ രക്ഷയില്ല കേട്ടോ, അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. പെയിനില്ലല്ലോ, നന്നായിട്ട് പോരുന്നുണ്ട്.
ഒരു രക്ഷയില്ല മക്കളെ, നന്നായിട്ടുണ്ട്. ഞാൻ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ നോസീരിയൽ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. നോസീരിയൽ ഒരു രക്ഷയില്ല. എന്റെ ചിന്നാണ് ഇനി നിന്നെ ഞാൻ പറഞ്ഞുതരാം. ഫിംഗേഴ്സ് ക്രോസ്ഡ്. ചിന്നല്ലേ? മെല്ലെ പറയണോ സ്പീഡിൽ പറയണോ? ഒരുപാട് പെയിൻ ഉണ്ടാവില്ല, പയ്യെ. നിന്റെ മുഖത്ത് കറുത്ത് പശ ഒട്ടി പിടിച്ചേക്കുന്നു. ഇതിലിപ്പോ എന്റെ ഫുള്ള് ഇവിടുത്തെ റിമൂവ് ആയിട്ടില്ല. പക്ഷെ ആൾക്ക് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ കാണാൻ പറ്റില്ല കേട്ടോ. കുറച്ചിങ്ങനെ സൈഡിൽ ചെരിച്ച് പിടിച്ച് നോക്കിയാലാണ് കുറെയൊക്കെ റിമൂവ് ആയിട്ടുണ്ട്. ഫുള്ള് ആയിട്ടില്ല. എന്റെ കുറച്ചിവിടെ ഒരു ചാക്കോൾ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു. മേ ബി അതുകൊണ്ടായിരിക്കാം. അടുത്ത പ്രാവശ്യം യൂസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഇതായിട്ട് നോക്കണം. ഈ പ്രാവശ്യം എൻ്റെ ഫുൾ പോന്നിട്ടില്ല എന്തായാലും ചിന്ന ഏരിയയിലത്തെ. അതായത് കുറെയൊക്കെ ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ എക്സ്പോസ് ആയി നിന്നിരുന്ന കുറച്ച് ഇത് എന്തായാലും റിമൂവ് ആയിട്ടുണ്ട്. കാരണം ഇതിലത് കാണാൻ പറ്റും നമുക്ക്. റിമൂവ് ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിമൂവ് ആയിട്ടുണ്ട്. ഫുള്ള് പോയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഞാൻ എൻ്റെ നോസ് ഏരിയയിലത്തെ റിമൂവ് ചെയ്യാം കേട്ടോ. പയ്യെ റിമൂവ് ചെയ്യും. പെയിന്റ് അല്ല, എല്ലാം പോരണ്ടേ. മൂക്കുത്തി ഉണ്ട്, ഞാൻ ചെയ്യാം കേട്ടോ. മൂക്കുത്തി വെള്ളത്തിന് റിസ്ക. ഓ എന്റെ റിമൂവ് ആയിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട്. കണ്ടോ, കുറെ റിമൂവ് ആയിട്ടുണ്ട്. നോസ് ഏരിയയുടെ കാര്യത്തില് ഒന്നും പറയാനില്ല. അടിപൊളിയായിട്ട് റിമൂവ് ആവുന്നുണ്ട്. ഞങ്ങക്ക് കാണുന്ന പോലെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവില്ല എന്തായാലും. കണ്ടോ, ഇതിൽ ഈ വൈറ്റ് സ്പോട്ട്സ് ഒക്കെ കാണുന്നത് ആ ഒരു ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് ഒക്കെ പോയേക്കുന്നതാണ്. കാണാൻ പറ്റണമെന്ന് വിചാരിക്കണം കേട്ടോ. ഹായ് ഗൈസ്, അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ഹിപ്പ് ഹോപ്പ് സ്ട്രിപ്പിന്റെ, അതായത് നോസ്, ചിന്ന്, ഫോർഹെഡ്, അതിന്റെ കുഞ്ഞ് റിവ്യൂ നമ്മളത് യൂസ് ചെയ്ത് കാണിച്ചതാണ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. ഈ ഒരു സ്ട്രിപ്പ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര സ്റ്റബേൺ ആയിട്ട് ഇപ്പൊ നോസ് ഏരിയയിലത്തെ ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് വെച്ചിട്ടാണെങ്കിൽ ഫോർ ഹെഡ് നോസ് ഏരിയയിൽ നല്ല അടിപൊളിയായിട്ട് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ നന്നായിട്ട് റിമൂവ് ചെയ്യുന്നുണ്ട്, റിമൂവ് ആയി പോകുന്നുണ്ട്. ചിൻ ഏരിയയിൽ പോകുന്നുണ്ട്. എന്റെ കുറച്ചും കൂടി സ്റ്റബേൺ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു അത്ര ഫുള്ളായിട്ട് റിമൂവ് ആവാത്തത്. പക്ഷെ നെക്സ്റ്റ് ടൈം ഒന്നുകൂടി നല്ല ക്ലിയർ ആയിട്ട് ഒട്ടിച്ചു നോക്കണം. എന്റെ കുറച്ചുകൂടെ ഒട്ടിപ്പോയാലോ, മേ ബി അതുകൊണ്ടായിരിക്കാം എന്ന് വിചാരിക്കാം. എന്നാലും ഒരു 60-70% എന്റെ ഇവിടുത്തെ ചിന്ന ഏരിയയിലത്തെ ക്ലിയർ ആയിട്ടുണ്ട്. ബാക്കി ഒരു 30% ആണ് നമുക്ക് നെക്സ്റ്റിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോ ബ്ലാക്ക് ഹെഡ്സ് അല്ലെങ്കിൽ വൈറ്റ് ഹെഡ്സ് ഇഷ്യൂ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഈ ഒരു സ്ട്രിപ്പ് യൂസ് ചെയ്ത് നോക്കുന്നതിന് തെറ്റില്ല. കാരണം വേർത്ത് ആണ് കേട്ടോ. ഞങ്ങൾക്ക് യൂസ് ചെയ്ത് വെച്ച് നോക്കുകയാണെങ്കിൽ വേർത്ത് തന്നെയാണ്. ഇതുവരെ ബ്ലാക്ക് ഹെഡും വൈറ്റ് ഹെഡും ഒന്നും റിമൂവ് ചെയ്യാത്തവര് ഈ സംഭവം സ്ട്രിപ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് കിട്ടും. അപ്പൊ നമുക്ക് എന്താ പറയാ, ഒറ്റയടിക്ക് റിമൂവ് ചെയ്യാൻ. ആളെ ഞാൻ ഫസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയപ്പോ ആളിന് ഞെട്ടിപ്പോയി. കാരണം നമ്മളിപ്പോ ഇങ്ങനെ ജസ്റ്റ് കാണുമ്പോ അധികം ഇല്ലാന്ന് തോന്നുമെങ്കിൽ പോലും ഇതുപോലെ ബോയ്സ് ഒന്നും ഇതുപോലത്തെ സംഭവങ്ങൾ ബ്ലാക്ക് ഹെഡ്സ് റിമൂവർ ഇതൊന്നും ഒട്ടിക്കാത്തവരുടെ ഫസ്റ്റ് ഒട്ടിക്കുമ്പോ അടിപൊളിയായിരിക്കും. ഫുള്ള് ഈ സംഭവമായിരിക്കും നമുക്ക് കാണുമ്പോ. നമുക്കൊരു സാറ്റിസ്ഫിക്കേഷൻ. അത് തന്നെ ശരിക്കും പറഞ്ഞാൽ നമ്മളൊട്ട് എക്സ്പെക്ട് ചെയ്യുന്നില്ലല്ലോ ഇങ്ങനെ നമുക്ക് ഇത്രയും ഡേർട്ട് ഉണ്ടാവും എന്നുള്ളത്. നമ്മൾ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് അത്ര ഫീൽ ചെയ്യില്ല. ഈ സംഭവം ഇതിങ്ങനെ ഊരി എടുക്കുമ്പോഴാണ് ഇത്രയും ഡേർട്ട് ഇവരുടെ മുഖത്ത് ഉണ്ടായിരുന്നുള്ളതാണ്. ആള് ഫസ്റ്റ് ടൈം ഞാൻ ചെയ്തപ്പോഴാണ് മുഖത്ത് അങ്ങനെ ഒരു സംഭവം റിമൂവ് ആയി കാണുന്നത്. അപ്പൊ കുറെ ഉണ്ടായിരുന്നു അല്ലെ. ഇപ്പൊ ഈ പ്രാവശ്യം കുറെ കിട്ടിയിട്ടുണ്ട്. എനിക്ക് കിട്ടിയ ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് യൂസ് ചെയ്യുന്നതുകൊണ്ടാ തോന്നുന്നത് എന്റെ കുറവാണ്. പക്ഷെ ഇവര് പുറത്തൊക്കെ പോകുന്ന പിന്നെ ടെസ്റ്റ് ഇതൊക്കെ വരുന്നതുകൊണ്ടായിരിക്കാം മേ ബി ഇങ്ങനെ കൂടുതൽ വരുന്നത് ഇവരുടെ മുഖത്ത്. നമ്മൾ നോർമലി അല്ലാതെ ബ്ലാക്ക് ഹെഡ് വൈറ്റ് ഹെഡ് ഒക്കെ റിമൂവ് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര പെയിൻഫുൾ ആയിരിക്കും. അതായത് നമ്മൾ സ്റ്റീം ചെയ്തിട്ട് പോർസ് ഒക്കെ ഓപ്പൺ ചെയ്ത് അതിനുശേഷം പ്ലക്ക് ചെയ്ത് കളയണ പോലെ തന്നെയാണ് നമ്മൾ ഓരോന്ന് എടുത്ത് കളയണത്. അപ്പൊ നല്ല ടൈം കൺസ്യൂമിംഗ് ആണ്, പെയിൻഫുൾ ആണ്. നമ്മൾ പുറത്ത് ബ്യൂട്ടി പാർലറിലൊക്കെ പോയി ചെയ്യുകയാണെങ്കിൽ ഇത്തിരി കോസ്റ്റ്ലി ആണ്. വീട്ടിലും ചെയ്യാൻ പറ്റും, പക്ഷെ പെയിൻഫുൾ ആയിരിക്കും. സെൻസിറ്റീവ് സ്കിന്നുകാർക്കൊക്കെ അത് ഭയങ്കര. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത വെച്ചാൽ എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ഈ ഒരു സ്ട്രിപ്പ് യൂസ് ചെയ്യാന്ന് ഒരു പ്രത്യേകം പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇങ്ങനെ ഞാൻ ഇങ്ങനത്തെ ഡ്രൈ സ്കിന്നാണ് അല്ലെങ്കിൽ ഓയിലി സ്കിന്നാണ്, കോമ്പിനേഷൻ സ്കിന്നാണ്, അപ്പോൾ ഞങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ള ഡൗട്ട് ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്.
അപ്പൊ ഞങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുകയാണ് ഈ ഒരു കുട്ടി വീഡിയോ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.